കമേൻ. ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ ഓഫീസ് തന്നെ ഉണ്ട്. ഓക്കെ സാർ, താങ്ക് യു. അയ്യപ്പദാസ് സർ. നീ ഏതെങ്കിലും പൊളിറ്റിക്കൽ റെക്കമെൻഡേഷന് പുറത്താണോ കോഴ്സിൽ കയറിയത്? അതെ സർ. ആ അത് ശരി. അങ്ങനെയാണെങ്കിൽ അതിന് പ്രതിവാദം ചെയ്യാനുള്ള സമയമായി നിനക്ക്. ഇതാ നാളെ ക്യാമ്പിൽ നിന്ന് റിലീവ് ചെയ്യാം. നാളെ കഴിഞ്ഞ് SP ഓഫീസിൽ ഹാജരാവണം. ഓക്കെ സർ. എന്താടാ? ചെല്ലി നീ വന്നേ. ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താടാ? എന്താ? ഇവൻ ആലപ്പുഴ SP ഓഫീസിൽ നിന്ന് വരുന്ന വഴിയെ ഒരു ഉഗ്രം പണി കിട്ടിയിട്ടുണ്ട്. എടാ, എന്നെ ആ ക്യാമ്പിൽ നിന്ന് മാറ്റാൻ പോവാ. പകരൊരു സ്പെഷ്യൽ ഡ്യൂട്ടിയിലേക്ക് പോസ്റ്റ് ചെയ്യുക. അതും SP-യുടെ അണ്ടറിൽ. എന്ത് ഡ്യൂട്ടി? ഗവൺമെൻറ് ഡ്യൂട്ടി. അല്ല, അതിനിപ്പോൾ എന്താ പ്രശ്നം? എടാ, ഡ്യൂട്ടി പ്രശ്നമല്ല, അത് ആർക്കാന്നുള്ളതാണ് പ്രശ്നം. തെളിച്ച് പറയടാ. എടാ, ഡ്യൂട്ടി ഫോഴ്സിലല്ല, വെളിയില. ഒരു പൊളിറ്റിക്കൽ ലീഡറിനാ പോലും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. അതിവനെ കൊണ്ട് താങ്ങത്തില്ലടാ. നീ ആളാരാന്ന് പറ. പന്ന്യന്നൂർ മൂന്തൻ. സംഭവം സത്യമാണ്. പുതിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം സഖാവിൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നൊക്കെയാണ് ന്യൂസിൽ കണ്ടത്. പക്ഷെ നിന്റെ തലയിലാകുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ലടാ. എടാ, ഇയാളെത്ര പ്രശ്നമാണോ? ആ ബെസ്റ്റ്. നീ പിന്നെ ന്യൂസ് കാണലും പത്രം വായനയൊന്നും ഇല്ലല്ലോ. നദീര ഒന്ന് പറഞ്ഞോട് അങ്ങനെ ആരാണെന്ന്. സുരക്ഷയ്ക്ക് പോകുന്നവൻ്റെ ജീവൻ തന്നെ പോകുന്ന ഏർപ്പാടാ. വേറെ ആര് പോകാനാ? അല്ലെങ്കിൽ തന്നെ എവിടാ? കണ്ണൂര്. ജീവനി കൊതിയുള്ളവർ പോവോ? സാധാരണ സ്റ്റേഷനിലുള്ളവരെയോ യൂണിയനിലുള്ള പോലീസുകാരെയോ ഒക്കെയോ ഇങ്ങനെ ഗവൺമെൻറ്റായിട്ട് എടുക്കും. ക്യാമ്പിൽ നിന്നൊക്കെ വളരെ റെയറായിട്ട് എടുക്കുകയുള്ളൂ, അതും ജില്ലയ്ക്ക് പുറത്തുനിന്ന്. ആ അപ്പം കറക്റ്റാ. നീ ജോലിയെന്നും പറഞ്ഞ് ഓടി ചെന്നപ്പോൾ തന്നെ അവന്മാരെടുത്തു തന്നതേ നല്ല മുട്ടൻ കണി റെഡിയാക്കി വെച്ചോണ്ട് തന്നെയാ. നല്ല ബെസ്റ്റ് പാർട്ടി അളിയാ. പാർട്ടിയുടെ കുരുവൊക്കെ പിന്നെ പൊട്ടിക്കൽ. അളിയാ, നിനക്ക് ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? എടാ, തൊട്ടപ്പുറത്ത് പുന്നപ്ര സ്മാരകമില്ലേ? അതാരുടെയാന്നോ എന്തിനാന്നോ പോലും അറിയാത്തവനാണ് ഇവൻ. ഇവനെ പോലെ ഒരുത്തനെ പിടിച്ച് ഇത്രയും വലിയൊരു പാർട്ടിക്കാരൻ്റെ ഗൺമാനാക്കാന്ന് പറഞ്ഞ, അതും കണ്ണൂര് പോലൊരു സ്ഥലത്ത്. നിന്നെ കൊണ്ട് പറ്റൂലളിയാ. നീ തന്നെ ആ നെറ്റ് എടുത്ത് നോക്ക്, അയാൾ ആരാണ്. ഒരു കാലത്ത് കണ്ണൂര് അയാളായിരുന്നു ഇവന്റെ പാർട്ടിയുടെ അവസാന വാക്ക്. കൊല്ലാനും കൊല്ലിക്കാനും ഒരു മടിയില്ലാത്ത ആളാ. ഒടുവി പാർട്ടിക്ക് മുകളിൽ വരുന്ന നായപ്പോൾ പാർട്ടി തന്നെ ഒതുക്കി. കണ്ണൂർ ഇയാൾ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ അവിടെ ഇയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കേട്ടാൽ തന്നെ പേടിച്ചു മരിക്കും. എത്ര തവണ സംഖ്യകൾ നോക്കിയാണെന്നറിയോ ഇയാളെ കൊല്ലാൻ? ഒരിക്കൽ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൂട്ടിയത്, എന്നിട്ടും തിരിച്ചു വന്നു. എൻ്റെ ചന്ദ്ര, പുള്ളിയെക്കുറിച്ച് ഈ പറയുന്ന കുറ്റമെല്ലാം വെറും കഥകളാണ്. അതുമാത്രമല്ല, പുള്ളി ഇപ്പോൾ ഒതുങ്ങി നിൽക്കുക. സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇവൻ പറയുന്ന പോലെ കണ്ണൂർ ഇപ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും പാർട്ടി നിന്നെ അയച്ചത്. നീ ടെൻഷൻ അടിക്കാതിരിക്കുക, എല്ലാം ശരിയാവും. നീ പിന്നെ ന്യായീകരിക്കത്തല്ലേ ഉള്ളൂ. ഇതാ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അളിയ നദീറെ, നീ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. എന്തെങ്കിലും ചെയ്യും. കുറച്ച് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യും. ഒന്ന് ഊരിക്കൊടുക്കുക.